ഫംഗ്ഷൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്താ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ആവുന്നതെന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അതിന് 3 പാർട്സ് മെയിൻലി ഉണ്ടായിരിക്കണം. ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ കാണണം, അതിന് വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന്. അതിനുശേഷം ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ കാണണം, പിന്നെ ഫംഗ്ഷൻ കോഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഇൻറ്റ് എ എന്നാണ് ഞാൻ വേരിയബിളിൻ്റെ പേര് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാനെന്ത് കൊടുക്കും, ഇൻറ്റ് എന്ന് എഴുതിയിട്ട് സെമിക്കോളൻ കൊടുക്കും. ഓക്കെ, സോ ഇതാണ് ഒരു വേരിയബിൾ ഡിക്ലറേഷൻ. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. അപ്പോൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോഴേക്കും ഇവിടുത്തെ ഇൻറ്റ് എയിൽ ഇൻറ്റ് പറയുന്നത് എന്താണ്, ഈ വേരിയബിളിൻ്റെ ടൈപ്പ് എന്താണെന്ന് അല്ലേ. അതേസമയം ഒരു ഫംഗ്ഷനും എന്തുണ്ട്, ഒരു ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പിനകത്ത് എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, ഡേറ്റ ടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ. ദെൻ അതിനുശേഷം ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കുക, ഫംഗ്ഷൻ നെയിം കൊടുക്കുക. അതിനുശേഷം ഒരു പാരാന്തസിസ് ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും വാല്യൂസ് കൊടുക്കുന്നെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്താണ്, പാരാമീറ്റേഴ്സ് എന്ന് പറയും. എന്ത് വിളിക്കും, പാരാമീറ്റേഴ്സ്. ഓക്കെ, സോ ഇത്രയും സെമിക്കോളൻ, ഇതാണ് ഒരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇൻറ്റ് എയിലെ ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്നുള്ള ഡേറ്റയുടെ ടൈപ്പ് ആണെങ്കിൽ ഇവിടുത്തെ ഡേറ്റ ടൈപ്പ് എന്നുള്ള വാല്യൂ പ്രിഫർ ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പം, ഈ ഫംഗ്ഷൻ അതിൻ്റെ ഡ്യൂട്ടി ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണോ അതിൻ്റെ ടൈപ്പ്. ഓക്കെ, ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ നമ്മുടെ ക്ലാസ്സിൽ വൈകിയും ബിലാൽ റെപ്രസെൻറ്റേറ്റീവ്സാണ്. അപ്പോൾ ഞാൻ പറയുവാണ് നമ്മുടെ ക്ലാസ്സിൽ ചോക്ലേറ്റ് കൊടുക്കാം, അപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ട് വാ, നമുക്കത് ക്ലാസ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ വന്നിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യണം, ആ ചോക്ലേറ്റ് എനിക്ക് വാങ്ങി കൊണ്ടുവന്ന് തരണം. അപ്പോൾ ഇവിടുത്തെ റിട്ടേൺ ടൈപ്പ് അല്ലെങ്കിൽ ഇവിടുത്തെ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ചോക്ലേറ്റ് ആയിരിക്കും. ഇനി അതിനുശേഷം എന്ത് ചെയ്യും, ഇവിടുത്തെ ഫംഗ്ഷൻ്റെ പേരെന്താ, ഒന്ന് ബിലാലോ അല്ലെങ്കിൽ വൈഗയോ ആയിരിക്കും ഈ ഒരു ടാസ്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വൈഗയാണ് ചെയ്യുന്നതെങ്കിൽ വൈഗ എന്ന് പറഞ്ഞെഴുതി, വൈഗയാണ് ഇവിടുത്തെ ഫംഗ്ഷൻ്റെ പേര്. ഇനി ഞാൻ എന്തെങ്കിലും കൊടുത്തു വിടും വൈഗയ്ക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടി. ഞാനിപ്പോൾ ക്യാഷ് കൊടുക്കുകയാണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ക്യാഷാണ് ഇവിടുത്തെ പാരാമീറ്റർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെ ആ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണോ കൊടുത്തു വിടുന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ, പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കും. അത് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കും. ഇനി ഇവിടുത്തെ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫംഗ്ഷൻ അതിൻ്റെ ഡ്യൂട്ടി ചെയ്യുമ്പം അവിടെ പോയിട്ട്, അതായത് വൈഗ നമ്മുടെ ഷോപ്പിൽ പോയിട്ട് എന്താ ചെയ്യുന്നത്, ചോക്ലേറ്റ് ആണ് വാങ്ങിയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചോക്ലേറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി നിങ്ങൾ കേൾക്കുന്ന വേറൊരു ടേമാണ് റിട്ടേൺ ടൈപ്പ്. റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഒരു ഡേറ്റ ടൈപ്പ് നമ്മൾ റിട്ടേൺ ടൈപ്പായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ തന്നെ റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം ഒരു വാല്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. അതിന് വിളിക്കുന്ന പേരാണ് അതിൻ്റെ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ ഫംഗ്ഷനും എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഫൈനലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിട്ടേണിന് ശേഷം ആ വാല്യൂ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇപ്പം വൈഗ എടുത്ത് നമ്മൾ എന്താ ചോക്ലേറ്റ് വാങ്ങിക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ വൈഗ വാങ്ങിക്കുന്നത് ചിലപ്പം എന്തായിരിക്കും, ഡയറി മിൽക്ക് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഡയറി മിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ചോക്ലേറ്റ് അല്ലേ. അപ്പോൾ ഒരു എക്സാമ്പിൾ, അപ്പോൾ എന്താണ്, ഈ ഒരു ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജനറൽ കാറ്റഗറിയെ വൈഗ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഡയറി മിൽക്ക് വെച്ചിട്ടാണ്. എന്ത് വെച്ചിട്ടാണ്, ഡയറി മിൽക്ക് വെച്ചിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും അതിൻ്റെ റിട്ടേണിന് ശേഷം നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇപ്പോൾ നമുക്ക് 2 നമ്പേഴ്സിനെ സം കണ്ടുപിടിക്കണം. ഓക്കെ, സം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വാല്യൂ ആണല്ലോ. ആ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, ഒരു ഇൻറ്റീജർ ആയിരിക്കും. ഒരു നോർമൽ 2 ഇൻറ്റീജേഴ്സിൻ്റെ സം എപ്പോഴും എന്തായിരിക്കും, ഇൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ സം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുവാണ്. ആ ഫംഗ്ഷൻ്റെ പേര് ഞാൻ സം എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തത് എന്തായിരിക്കും, ആൻസർ നമുക്ക് തിരിച്ചുകൊണ്ട് വരുന്നത് എന്തായിരിക്കും, ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. ഉറപ്പായിട്ടും ആയിരിക്കത്തില്ലേ? ഫംഗ്ഷൻ്റെ പേരിന് ഞാൻ വിളിച്ച പേരെന്താണ്, SUM, സം എന്ന് വിളിച്ചു. ഇനി ആ സം കണ്ടുപിടിക്കാനായിട്ട് ഞാൻ 2 നമ്പേഴ്സ് കൊടുക്കുന്നെങ്കിൽ ആ 2 നമ്പേഴ്സിനെ ഞാൻ എന്ത് ചെയ്യും, പാരാമീറ്റേഴ്സായിട്ട് അതിൻ്റെ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ഒരു 2 ഇൻറ്റീജേഴ്സാണ്, ഇൻറ്റ് എ എന്നുള്ളൊരു വാല്യൂയും കോമ ഇൻറ്റ് ബി എന്നുള്ളൊരു വാല്യൂ. ഈ 2 വാല്യൂസാണ് ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് കൊടുത്തു വിടുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഞാനിങ്ങനെ സെമിക്കോളൻ കൊടുത്ത് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതാണ് ആ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പിനകത്ത് എന്ത് കാണും, ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്ന ഡേറ്റ, അതിൻ്റെ ടൈപ്പ്, ഫംഗ്ഷനൊരു പേരുണ്ടായിരിക്കും, പിന്നെ ഫംഗ്ഷനകത്ത് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഡേറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം, അതിന് 2 വേരിയബിൾ ഉണ്ടെങ്കിൽ 2 പേരുടെ ഡേറ്റ ടൈപ്പ്, അതിൻ്റെ വേരിയബിൾ നെയിം. ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ സമയത്ത് നമ്മളതിനെ എന്ത് ചെയ്യും, സെമിക്കോളൻ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഈ അടുത്തത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഫംഗ്ഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനകത്ത് എന്ത് കാര്യമാണോ നടക്കുന്നത് അതിനെ പറ്റിയിട്ടായിരിക്കും ഈ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ
ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷനെ കോൾ ചെയ്യണം. കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പേരെന്താ, ആ ഫംഗ്ഷൻ്റെ പേര് അങ്ങനെ തന്നെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഫംഗ്ഷൻ്റെ പേരിലൂടെ വൈഗ എന്നാണ് ഫംഗ്ഷനെങ്കിൽ നമ്മൾ വൈഗ എന്ന് പറഞ്ഞ് വിളിക്കും. എന്നിട്ട് പാരാമീറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പാരാമീറ്റേഴ്സിനെ നമ്മൾ എടുക്കും. ഇപ്പോൾ ക്യാഷാണ് പാരാമീറ്റർ, അപ്പം വൈഗ ക്യാഷ് എന്നും പറഞ്ഞ് നമ്മൾ ക്യാഷിൻ്റെ പാരാമീറ്റേഴ്സ് അത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, വാല്യൂസ് ഒന്നും നമ്മൾ ഇതിനകത്ത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വൈഗ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, വൈഗയെ കോൾ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ വൈഗയ്ക്ക് ഞാനൊരു 10 റുപ്പിയാണ് കൊടുക്കുന്നതെങ്കിൽ 10 റുപ്പി എന്നുള്ള വാല്യൂ കൊടുത്ത് വിടും. അപ്പോൾ എന്താ ചെയ്യുന്നത്, ആ 10 എന്നുള്ള വാല്യൂ ആയിട്ടായിരിക്കും ആ ഫംഗ്ഷനകത്തേക്ക് നമ്മൾ ചെന്നെത്തുക, വൈഗ എന്നുള്ള ഫംഗ്ഷനകത്തേക്ക് നമ്മൾ ചെന്നെത്തുക. ഇനി വൈഗ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എവിടെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നത്, ഫംഗ്ഷൻ ഡെഫിനിഷനിൽ. എവിടെയാണ്, ഫംഗ്ഷൻ ഡെഫിനിഷനിൽ. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴേക്കും ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് ഉണ്ട്, ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ട്, ഫംഗ്ഷൻ കോൾ ഉണ്ട്.